ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. തിയറി ഓഫ് കമ്പ്യൂട്ടേഷൻ എന്ന സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആണ്. മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താന്ന് വെച്ചാൽ, മാത്തമാറ്റിക്കൽ മോഡലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റെപ്രസെന്റിംഗ് റിയൽ വേൾഡ് സിസ്റ്റംസ്, ഫിനോമിന ഓർ പ്രോബ്ലംസ് യൂസിങ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റ്, സ്ട്രക്ചേഴ്സ് ആൻഡ് ഇക്വേഷൻസ്. എന്തെങ്കിലും ഒരു പ്രോബ്ലം, ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ മാത്തമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യും? എന്തെങ്കിലും ഫിനോമിന യൂസ് ചെയ്യാം, പ്രോബ്ലംസ് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇക്വേഷൻസ് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ നമ്മൾ മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് നടക്കുന്നത്. ഇനി പർപ്പസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണെന്ന് നോക്കാം. പർപ്പസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് വെച്ചാൽ ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതായത് നമ്മുടെ റിയൽ വേൾഡ് പ്രോബ്ലത്തിനെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? മാത്തമാറ്റിക്കൽ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഗെയിൻ ഇൻസൈറ്റ് ഇൻ ടു അണ്ടർലൈങ് മെക്കാനിസം ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന്റെ അണ്ടർലൈങ് മെക്കാനിസത്തിനെ നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പ്രഡിക്ഷൻ, ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ് ഓർ ബിഹേവിയർ ബേസ്ഡ് ഓൺ കറണ്ട് ഡേറ്റ. ഇപ്പോഴത്തെ ഡേറ്റ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിലെ ഔട്ട്കം എന്താണ് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ടും മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്ത് നമുക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒപ്റ്റിമൈസേഷൻ ആണ്. ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, അതിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, പെർഫോമൻസ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് മാത്തമാറ്റിക്കൽ മോഡലിംഗിൽ നമുക്ക് പറ്റും. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ആണ്. അതായത് ടു ഡിസൈൻ ഇന്റർവെൻഷൻസ് ഓർ സ്ട്രാറ്റജീസ് ടു ഇൻഫ്ലുവൻസ് സിസ്റ്റംസ് ബിഹേവിയർ. സിസ്റ്റത്തിന്റെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റർവെൻഷൻസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ഒരു പർപ്പസ് ആണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പർപ്പസാ പറഞ്ഞത്? അണ്ടർസ്റ്റാൻഡിങ് പറഞ്ഞു, പ്രഡിക്ഷൻ, ഒപ്റ്റിമൈസേഷൻ, പിന്നെന്താണ്? കൺട്രോൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് കമ്പോണൻസ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡലിംഗ്. മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ കമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ മെഷീൻ ലേണിംഗിലും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഇൻപുട്ട്, ഔട്ട്പുട്ട്, അതുപോലെ പ്രോസസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ സിസ്റ്റത്തിലും നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുവാണെങ്കിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ അവിടെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, പിന്നെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ഒക്കെ ഏറ്റവും ആപ്ലിക്കേഷൻ ലെവൽ വരിക എന്ന് പറയുന്ന മെഷീൻ ലേണിംഗിലൊക്കെയാണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിലും ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഫീൽഡിലൊക്കെയും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ഒരു പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്, നമുക്ക് കറസ്പോണ്ടിങ് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നോക്കിയേ, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വേരിയബിൾ റെപ്രസെന്റിങ് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് ഓർ ഇനീഷ്യൽ കണ്ടീഷൻ. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് ഒക്കെയാണ് ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഇനി പ്രോസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ദ സിസ്റ്റം ഇവോൾവ്സ്. എങ്ങനെയാണ് സിസ്റ്റം ഇവോൾവ് ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യം എന്തിലാ വരുന്നത്? പ്രോസസ്സിലാണ് വരുന്നത്. നെക്സ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ റിസൾട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രഡിക്ഷൻസ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കമ്പോണൻസിൽ പറയുന്നത് ഇൻപുട്ട് ഉണ്ട്, പ്രോസസ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഇൻപുട്ടിൽ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് അല്ലെങ്കിൽ ഇപ്പോൾ ഇനീഷ്യൽ കണ്ടീഷനിലുള്ള കാര്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പ്രോസസ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ റിലേഷൻഷിപ്പ് ദാറ്റ് ഡിസ്ക്രൈബ് ഹൗ ദ സിസ്റ്റം ഇവോൾവ്സ്. ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ റിസൾട്ടും അതുപോലെ പ്രഡിക്ഷൻസും ആണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ ആണ്. ടൈപ്സ് ഓഫ് മാത്തമാറ്റിക്കൽ മോഡൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ ഡിറ്റർമിനിസ്റ്റിക് മോഡൽ. ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് വെച്ചാൽ യൂസ് ഫിക്സഡ് റിലേഷൻഷിപ്സ്, അതുപോലെ ഔട്ട്കംസ് ആർ പ്രെഡിക്റ്റബിൾ. അതായത് ഫിക്സഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ മോഡലിന് നമ്മൾ പറയുന്നതാണ് ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ന്യൂട്ടന്റെ ലോസ്, ഇപ്പോൾ ന്യൂട്ടന് 3 ലോസ് ഉണ്ടല്ലേ, ആ ലോസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതിൽ ആരും തന്നെ മാറ്റം വരുത്തിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെയുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഇക്വേഷൻസോ ലോസോ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു മോഡൽ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ആ മോഡൽ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? ഡിറ്റർമിനിസ്റ്റിക് മോഡൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. നെക്സ്റ്റ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്ന് വെച്ചാൽ ഇൻകോർപ്പറേറ്റ് റാൻഡംനെസ് ആൻഡ്
പ്രോബബിലിറ്റീസ്. ഇവിടെ എന്ന് പറയുന്ന റാൻഡംനെസ്സും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രോബബിലിറ്റീസും ഉണ്ടാവും. അപ്പോൾ റാൻഡംനെസ്സിനെയും പ്രോബബിലിറ്റീസിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡലാണ് സ്റ്റൊക്കാസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ അത് പ്രോബബിലിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള മോഡലൊക്കെ എവിടെയാണ് സ്യൂട്ട് ആവുക? സ്റ്റൊക്കാസ്റ്റിക് മോഡലിലാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡൈനാമിക് മോഡൽ എന്ന് വെച്ചാൽ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും ചേഞ്ച് ഓവർ ടൈം. അതായത് ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എന്ത്? ഡൈനാമിക് മോഡൽ എന്ന് പറയുന്നത്. റെപ്രസെന്റ് ദ സിസ്റ്റം ദാറ്റ് ചേഞ്ച് ഓവർ ടൈം. ഓരോ ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നു? ഡൈനാമിക് മോഡലിംഗിന്റെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ എന്ന് പറയുന്നത് ഓരോ സമയത്തും പോപ്പുലേഷൻ മാറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ അങ്ങനെ വരുന്ന കേസിലൊക്കെ നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യുന്നത്? ഡൈനാമിക് മോഡലാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റിക് മോഡൽ എന്ന് വെച്ചാലോ അനലൈസ് ദ സിസ്റ്റം അറ്റ് എ ഫിക്സഡ് പോയിന്റ് ഇൻ ടൈം. ഇത് ടൈമിനനുസരിച്ച് മാറുന്നില്ല, പിന്നെന്താണ്? ഫിക്സഡ് പോയിന്റ് ഇൻ ടൈമിലാണ്. അങ്ങനെയുള്ള സൊല്യൂഷൻസ് കാണാനായിട്ടാണ് നമ്മൾ ഏത് മോഡൽ യൂസ് ചെയ്യുന്നത്? സ്റ്റാറ്റിക് മോഡൽ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയാം, ജോമെട്രിക്കൽ മോഡലൊക്കെ സ്റ്റാറ്റിക് മോഡലിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഡിറ്റർമിനിസ്റ്റിക് മോഡൽ ആണെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഔട്ട്കംസ് ആയിരിക്കും, ഫിക്സഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റാൻഡംനെസ്സിനെയും പ്രോബബിലിറ്റീസിനെയും ബേസ് ചെയ്യുന്നു. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓരോ ടൈം കഴിയും തോറും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റാറ്റിക് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയാണ് ടൈപ്സിൽ നമുക്ക് നോക്കാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. ശരിക്കും നമ്മൾ പഠിക്കുന്ന എല്ലാ സബ്ജക്റ്റുകളും എല്ലാ ഫീൽഡും തന്നെ മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എഞ്ചിനീയറിംഗിലാണെങ്കിൽ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ കൺട്രോൾ സിസ്റ്റം ആൻഡ് സിമുലേഷൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എഞ്ചിനീയറിംഗിന്റെ ആപ്ലിക്കേഷൻ ആണ്. മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ എഞ്ചിനീയറിംഗ് ആപ്ലിക്കേഷൻ ആണ് ഈ പറഞ്ഞതൊക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിലോ ഓട്ടോമേറ്റ തിയറി, മെഷീൻ ലേണിംഗ് ആൻഡ് അൽഗോരിതം ഒപ്റ്റിമൈസേഷൻ. ഓട്ടോമേറ്റ തിയറിയിലും മെഷീൻ ലേണിംഗിലും അൽഗോരിതം ഒപ്റ്റിമൈസേഷനിലൊക്കെ കമ്പ്യൂട്ടർ സയൻസിൽ മാത്തമാറ്റിക്കൽ മോഡൽ യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ഫിസിക്സും കെമിസ്ട്രി എന്ന് വെച്ചാൽ സ്റ്റഡിങ് നാച്ചുറൽ ഫിനോമിന ലൈക്ക് മോഷൻ ആൻഡ് റിയാക്ഷൻ. അതായത് ഫിസിക്സിന്റെ കേസിലും കെമിസ്ട്രിയുടെ കേസിലും ഫിസിക്സിൽ പറയുന്ന പല ടൈപ്പ് ഓഫ് മോഷൻസ് പറയുന്നുണ്ട്, കെമിസ്ട്രിയുടെ കേസിലാണെങ്കിൽ പല ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെയും എന്താണ്? മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ആപ്ലിക്കേഷൻ ലെവലാണ്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് മാത്തമാറ്റിക്കൽ മോഡലിംഗ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ബയോളജിയിൽ എന്താ വരുന്നത്? മോഡലിംഗ് എക്കോസിസ്റ്റം, ഡിസീസ് സ്പ്രെഡ്, ജെനറ്റിക് സിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിനെ മോഡൽ ചെയ്യാൻ, അതുപോലെ ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്ന അതിന്റെ റേറ്റ് മനസ്സിലാക്കാൻ, ജനറ്റിക് സിസ്റ്റം, അതിലൊക്കെയും ബയോളജിയിൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് യൂസ് ചെയ്യുന്നു. അപ്പൊ ബയോളജി എന്ന് പറയുന്നതും മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് എക്കണോമിക് ആൻഡ് ഫിനാൻസിംഗില് അനലൈസിങ് മാർക്കറ്റ്, പ്രൈസിങ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ. എന്തൊക്കെയാ വരുന്നത്? ഒരു മാർക്കറ്റിനെ അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ പ്രൈസിങ്ങും പിന്നെ റിസോഴ്സിന്റെ അലോക്കേഷനും ഒക്കെയാണ് ആപ്ലിക്കേഷൻസിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് മാത്തമാറ്റിക്കൽ മോഡലിംഗിന്റെ സ്റ്റെപ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ആക്ച്വലി ഒരു മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു റിയൽ വേൾഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം, അതിന്റെ ഒരു ബെറ്റർ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു സയന്റിഫിക് മെത്തേഡിലേക്ക്, ഇക്വേഷനിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പഠിച്ച ഏതെങ്കിലും ഒരു മോഡലിലേക്കോ കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പൊ അങ്ങനെ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുണ്ട്? കുറെ അധികം സ്റ്റെപ്സ് ഉണ്ടാവുമല്ലോ. ആ സ്റ്റെപ്സ് ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഡിഫൈൻ ദ സിസ്റ്റം ഓർ ഫിനോമിന ടു ബി മോഡൽഡ്. എന്താണ് നമുക്ക് മോഡൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ വരുന്നത്. അതെന്താണ്? പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്ന അസുംഷൻ ഫോർമുലേഷൻ ആണ്. അസുംഷൻ ഫോർമുലേഷൻ എന്ന് വെച്ചാൽ സിംപ്ലിഫൈ ദ സിസ്റ്റം ബൈ ഐഡന്റിഫൈയിങ് കീ വേരിയബിൾസ് ആൻഡ് ഇഗ്നോറിംഗ് ലെസ് ക്രിട്ടിക്കൽ ഡീറ്റെയിൽസ്. അതായത് അസുംഷൻ ഫോർമുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ കീ വേരിയബിൾസിനെ അല്ലെങ്കിൽ കീ കമ്പോണൻസിനെ മാത്രം നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതായത് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ഇഗ്നോർ ചെയ്തു. ആ പ്രോസസ്സാണ് അസംഷൻ ഫോർമുലേഷനിൽ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ? മോഡൽ ഡെവലപ്മെന്റ് ആണ്. മോഡൽ ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ
express relationship using equations, algorithms or computational method. ഇനി ഇത്രയും ഈ രണ്ട് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം വരുന്നത് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആക്ച്വൽ ആയിട്ടുള്ള ഇക്വേഷൻസും അതുപോലെ അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു കമ്പ്യൂട്ടേഷണൽ ഒരു മോഡലിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അതാണ് മോഡൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാലിഡേഷൻ ആണ്. വാലിഡേഷൻ എന്ന് വെച്ചാൽ കമ്പയർ മോഡൽ പ്രഡിക്ഷൻ വിത്ത് റിയൽ വേൾഡ് ഡേറ്റ ടു എൻഷുർ ആക്യുറസി. നമുക്ക് ആക്യുറസി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ വേൾഡ് ഇൻപുട്ടുകളെ കൊടുത്ത് നമ്മൾ ഈ സിസ്റ്റത്തിനെ ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് വാലിഡേഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന റിഫൈൻമെന്റ് ആണ്. റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്താണ്, നമുക്കിനി ആക്യുറസി ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു, മോഡലൊക്കെ ഡെവലപ്പ് ചെയ്തു, ആക്യുറസി ചെക്ക് ചെയ്തു. ഇനി ജസ്റ്റ് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഈ മോഡലിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഫൈൻമെന്റിൽ നടക്കുന്നത്. ആസ് നീഡ് ടു ഇംപ്രൂവ് ഇറ്റ്സ് റിലയബിലിറ്റി ഓർ ആപ്ലിക്കബിലിറ്റി. റിലയബിലിറ്റിയും ആപ്ലിക്കബിലിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മോഡലിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിഫൈൻമെന്റിൽ നടക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ലെവൽ. ഇത്രയും പ്രോസസ്സ് കഴിഞ്ഞ് 6th പ്രോസസ്സിലേക്ക് നമ്മൾ വരും. ആ പ്രോസസ്സ് ഏതാണ്? ആപ്ലിക്കേഷൻ പ്രോസസ്സാണ്. ഇവിടെ നടക്കുന്നത് നമ്മൾ നമ്മുടെ മോഡലിനെ യൂസ് ചെയ്യുന്നു. യൂസ് ദി മോഡൽ ഫോർ അനാലിസിസ്, പ്രഡിക്ഷൻ ഓർ ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് എന്ത് പർപ്പസ് ആണോ ഉള്ളത്, എന്തിനു വേണ്ടിയാണോ നമ്മൾ ഡെവലപ്പ് ചെയ്തത്, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ മോഡലിനെ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മാത്തമാറ്റിക്കൽ മോഡലിംഗ് എന്താണെന്നാണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, അതിൻ്റെ പർപ്പസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്